ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും എന്തെങ്കിലും പരിപാടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടായിരിക്കും, ഫുൾ ബിസി ആയിരിക്കും. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഇതൊന്നും ഇന്നില്ലല്ലോ എന്നാലോചിച്ചത്. പിന്നീട് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നാളായിട്ട് കൊല്ലങ്കോട് റീൽസിലും ഷോർട്സിലൊക്കെ വന്ന് കൊതിപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊന്നും കണ്ടിട്ട് തന്നെ കാര്യം. ഡിസംബറിൻ്റെ തുടക്കമായതുകൊണ്ട് ആ ഭംഗി പ്രകൃതിയിൽ മൊത്തം ഉണ്ട്. നല്ല മഞ്ഞ്, മഴക്കാർ, നല്ല തണുപ്പ്. പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെയാണ് ഇറങ്ങിയതെങ്കിലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മുടെ പ്രധാന കലാപരിപാടികളൊക്കെ. ഏകദേശം കുതിരാൻ കഴിയുന്നതോടെ തന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 8-8:30 മണിയായിട്ടുണ്ടാവും. എന്നാലും നല്ല മഞ്ഞുണ്ട് ഇവിടെയൊക്കെ. കാഴ്ചയിൽ വലിയ മഞ്ഞ് കാണുന്നില്ലെങ്കിലും നല്ല തണുവുണ്ട്. ഹൈവേ കഴിഞ്ഞ റോഡ് ഒരല്പം മോശം തന്നെയാണ്. ആദ്യം കൊല്ലങ്കോട് പാലസ് ആയിരുന്നു നമ്മളുടെ ലക്ഷ്യം. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിപ്പോൾ ഹോസ്പിറ്റലാണ്, അവിടെ ഇപ്പോൾ പ്രവേശനമില്ല, ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നുള്ളത്. പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് ഇൻ്റർനെറ്റിൽ കിട്ടാത്ത പല കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലെ ചേട്ടന്മാരോട് ചോദിച്ചറിഞ്ഞാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുന്നത്. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. പോകുന്ന വഴിയിലൊക്കെ ഗ്രാമീണത തുളുമ്പി നിൽക്കുന്നുണ്ട്. പണ്ട് കഥയിലും കവിതയിലൊക്കെ കണ്ട പോലെയുള്ള ഗ്രാമം. വയലുകളും മാവുംതോപ്പും പനകളും പശുക്കളും അങ്ങനെ നമ്മളെ മനസ്സിന് വളരെ റിലാക്സിങ് ആയിട്ടുള്ള വ്യൂസ് അവിടെ ഇവിടെ എല്ലാം കാണാം. ദൂരെയാ കാണുന്നത് നെല്ലിയാമ്പതി ഹിൽസാണ്. അവിടെയും ആകെ മഞ്ഞു മൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ വെയിൽ കാണുന്നുണ്ടെങ്കിലും അത്ര ചൂടൊന്നുമില്ല. ഇവിടെ വയലുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാവുംതോപ്പുകളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അങ്ങനെ വേസ്റ്റോ മറ്റോ ചപ്പുചവറുകളോ ഒന്നും നമുക്കിവിടെ കാണാനില്ല കേട്ടോ. ഗ്രാമപ്രദേശമായതുകൊണ്ട് വഴി കുറച്ച് തകരാറായിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെത്തി. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ പച്ചിലച്ചാർത്ത് കൊണ്ട് ഇങ്ങനെ മൂടി ഇരുട്ട് പിടിച്ചതായിട്ടാണ് തോന്നുക. ക്യാമറയിൽ കാണുന്ന അത്രയും വെളിച്ചം അന്നവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പേരാലുകളാൽ ചുറ്റപ്പെട്ട ഒരിടം. ഭംഗിയാണ്, നല്ല രസമാണ്, നല്ല തണുവാണ്. ഒരു മാമരത്തിന് കീഴിലൊരു സ്വാമി. പൂജകളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. മക്കൾക്കും വീടിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തൊട്ടിലും വീടുമൊക്കെ ഉണ്ടാക്കി മരത്തിൻ്റെ ചെറിയ വേരുകളിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വിശേഷ ദിവസങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടറിഞ്ഞത്. പിന്നെ ആട്, കോഴി എന്നിവയൊക്കെ കാണിക്ക വയ്ക്കുന്നൊരു പതിവുണ്ട് അത്രേ. അത് അവിടെ തന്നെ വെച്ച് പാകം ചെയ്ത് കഴിക്കണം എന്നാണ് പറയണേ. അതുകൊണ്ട് തന്നെ പരിസരം മുഴുവനും നായ്ക്കളുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതോ ഒരു സ്ഥലത്തേക്ക് വന്ന പോലെയാണ് ഫീൽ ചെയ്യുക. പ്രകൃതി ക്ഷേത്രം എന്ന പേര് അന്വർത്ഥമാക്കുന്നൊരിടം.